നമ്മളെല്ലാവരും പല ആവശ്യങ്ങൾക്കായി ലോൺ എടുക്കുന്നവരായിരിക്കും അല്ലേ? ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനായിക്കോട്ടെ, നമ്മളെല്ലാവരും പല രീതിയിലുള്ള ലോണുകൾ എടുക്കുന്നവരാണ്. എന്നാൽ പല ലോണിനും പല തരത്തിലാണ് ഇൻട്രസ്റ്റ് ഈടാക്കുന്നത്. നമ്മളൊരു ലോൺ എടുക്കുകയാണെങ്കിൽ അത് തിരിച്ചടക്കുമ്പോൾ മുതലിൻ്റെ ഇരട്ടി വേണ്ടി വരും അടക്കുവാൻ. പരമാവധി നമ്മൾ ലോൺ എടുക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ലോൺ ഒഴിവാക്കുകയാണ് വേണ്ടത്. നമ്മളിപ്പോൾ ലോൺ എടുത്ത ഒരാളാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ലോൺ എടുക്കാൻ പോകുന്ന ഒരാളാണെന്നിരിക്കട്ടെ, എങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത്. മുൻപ് നിങ്ങളെടുത്തുള്ള ലോണിൻ്റെ കുടിശ്ശിക അടക്കുന്നതോടെ ഓൺലൈനിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടുന്നതായി കാണാം. നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ലോൺ പലിശ നിരക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളടക്കുന്ന EMI ഒക്കെ കൃത്യസമയത്ത് കറക്റ്റായി അടക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് അടക്കുമ്പോൾ കുറച്ചധികം ഡൗൺ പേയ്മെൻറ്റ് അടക്കുവാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ലോണ് കുറക്കുന്നതിനും അതുപോലെ തന്നെ ലോണിൻ്റെ പലിശ കുറക്കുന്നതിനും കാരണമാവും. മാത്രമല്ല, ഇത് നമ്മുടെ മാസത്തിലുള്ള ലോണിൻ്റെ തിരിച്ചടവ് കുറക്കുവാനും സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ലോൺ ഇട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മാക്സിമം ഡൗൺ പേയ്മെൻറ്റ് അടക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾ ലോൺ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ലോണിൻ്റെ കാലാവധി പരമാവധി കുറക്കുവാൻ ശ്രമിക്കണം. പക്ഷേ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പറ്റുന്ന EMI വേണം ചൂസ് ചെയ്യുവാൻ. നമ്മളെപ്പോഴും ലോൺ ഇടുമ്പോൾ ലോണിൻ്റെ കാലാവധി പരമാവധി കുറക്കുവാൻ ശ്രമിക്കണം. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ലോണിൻ്റെ ഇൻട്രസ്റ്റും കുറയും. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ EMI ഇടുമ്പോൾ നിങ്ങൾക്ക് താങ്ങാനാവുന്ന EMI വേണം ചൂസ് ചെയ്യുവാൻ. ലോൺ കാലാവധി കുറയുമ്പോൾ നിങ്ങളുടെ EMI കൂടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന EMI വേണം ലോണിന് ചൂസ് ചെയ്യുവാൻ. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മുൻകൂട്ടി പേയ്മെൻറ്റ് നൽകുവാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ലോണിൻ്റെ പലിശ കുറക്കുവാൻ സഹായിക്കും. എന്നിരുന്നാലും ചില ബാങ്കുകൾ പലിശ ഈടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ലോൺ എടുക്കുമ്പോൾ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ബാങ്കിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ലോൺ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും പലിശ കുറവ് എവിടെയാണെന്ന് കൃത്യമായി അന്വേഷിക്കണം. നമ്മൾ ചിലർ ഫൈനാൻസിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്നവരായിരിക്കും. എന്നാൽ ചിലപ്പോൾ ഫൈനാൻസിനെക്കാട്ടും കുറവ് ഇൻട്രസ്റ്റ് ബാങ്കിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി അന്വേഷിച്ചിട്ട് വേണം ഒരു ലോണിന് അപ്ലൈ ചെയ്യുവാൻ. പലപ്പോഴും പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണിത്. നമ്മളൊരു സ്ഥലത്ത് നിന്നും പോയി ലോൺ എടുത്തതിന് ശേഷമായിരിക്കും മറ്റൊരു സ്ഥലത്ത് കുറഞ്ഞ ഇൻട്രസ്റ്റിൽ ലോൺ കൊടുക്കുന്നുണ്ടെന്ന് അറിയുക. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ലോൺ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കണം. ഇനി പറയാൻ പോകുന്ന പോയിൻ്റ് എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ ലോൺ എടുക്കാൻ പോകുന്ന ബാങ്കിലോ അല്ലെങ്കിൽ പലിശക്കാരൻ്റെ അടുത്തോ നിങ്ങൾ പലിശ നിരക്ക് പരമാവധി കുറച്ച് തരണമെന്ന് പറയുക. ലോൺ എടുക്കുന്നതിൻ്റെ മുമ്പായി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരുമായി ചർച്ച ചെയ്യുക. ഇതൊരു പരിധിവരെ നിങ്ങളുടെ ലോൺ പലിശ കുറക്കുവാൻ സഹായിക്കും. നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ ആഴ്ചയിൽ തിരിച്ചടവ് വരുന്ന വിധത്തിൽ ലോൺ എടുക്കുവാൻ ശ്രമിക്കുക. ആഴ്ചയിൽ നിങ്ങൾ തിരിച്ചടക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റ് കുറയാൻ സഹായിക്കും. അതുപോലെ തന്നെ ഒരു മാസത്തിലാണ് അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വലിയ തോതിൽ തന്നെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ്സ് വീക്കിലി ആക്കുക. ഇനി നിങ്ങൾ ലോൺ എടുത്തൊരു വ്യക്തിയാണെന്ന് തന്നെ വിചാരിക്കുക. നിങ്ങൾക്കതിൻ്റെ ഇൻട്രസ്റ്റ് കുറക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ അത് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ വേഗം തന്നെ നമ്മുടെ ലോൺ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പലിശ ഇനത്തിൽ നമുക്ക് വളരെ വലിയൊരു ലാഭം ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ലോൺ എടുക്കാൻ പോകുന്ന വ്യക്തിയാണോ അല്ലെങ്കിൽ ലോൺ എടുത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ലോൺ ഇൻട്രസ്റ്റ് കുറക്കുവാൻ സഹായിക്കും.